ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് താരമായിട്ടുള്ള RJ ബിൻസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബിൻസി ഒരു 1.5 വർഷം മുൻപ് ഒരു ഇൻസ്റ്റഗ്രാമിൽ ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു പേജിലേക്ക് ഒരു റിക്വസ്റ്റ് വെക്കുന്നു. ഞാൻ നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്യാം അങ്ങോട്ട് ഒരു സജഷൻ വെക്കുന്നു. പേജിന്റെ പേര് ഇഷാബൈ PK എന്നാണ്. 2 പേര് ചേർന്നാണ് ആ പേജ് നടത്തുന്നത്. കാർത്തിക പിന്നെ എന്തോ ആശ പറഞ്ഞിട്ട് 2 പേര് ചേർന്നാണ് ആ പേജ് നടത്തുന്നത്. അപ്പൊ 1.5 വർഷം മുൻപ് ബിൻസി അങ്ങോട്ട് അവർക്ക് മെസ്സേജ് അയക്കുന്നു. ഞാൻ നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും ബിൻസിയുടെ പേജ് കയറി നോക്കുന്നു. അപ്പൊ അത്യാവശ്യം ലൈക്കൊക്കെ ഉള്ള ഒരു പേജാണ്. ആരാ ഒന്നും ഇവർക്ക് 1.5 വർഷം മുൻപ് അറിയില്ല. അപ്പൊ കുറെ ലൈക്കൊക്കെ ഉള്ള പേജാണല്ലോ എന്ന് കരുതിയിട്ട് അവരുമായിട്ട് കൊളാബിന് തയ്യാറാവുന്നു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഈ ബിൻസിക്ക് അയച്ചു കൊടുക്കുന്നു. ബിൻസി ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതങ്ങ് നീട്ടി വെച്ച് പോകുന്നു. കൊളാബ് ചെയ്യുന്നില്ല. പ്രൊഡക്റ്റ് വാങ്ങി പക്ഷെ കൊളാബ് ചെയ്യുന്നില്ല. അങ്ങനെ കുറെ തവണയായപ്പോൾ ഇവര് കൃത്യമായിട്ട് മെസ്സേജ് അയച്ചു ചോദിക്കും എന്താ ചെയ്യാത്തത്. അപ്പൊ അവർ പറയും എനിക്ക് എന്തോ ബിൻസി പറയും എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാത്തത്, പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നീട്ടി വെച്ച് പോവാണ് ചെയ്തത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവര് ശ്രദ്ധിച്ചപ്പോൾ ബിൻസി വേറെ വീഡിയോകളൊക്കെ അവരുടെ പേജിലും അവരുടെ ചാനലുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കൊളാബ് മാത്രം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇവര് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചു എന്താ കൊളാബ് ചെയ്യാത്തതെന്ന്. പിന്നെ ബിൻസി തീരെ അത് ശ്രദ്ധിക്കാതെയായി, മൈൻഡ് ചെയ്യാതെയായി. ഈ മെസ്സേജ് സീൻ കാണിക്കുന്നുണ്ട്, ബിൻസി അത് കാണുന്നുണ്ട്, പക്ഷെ ഒരു പ്രതികരണമില്ല. അങ്ങനെ കുറെ കാലം 1.5 വർഷത്തോളം പോയി. ഈ ജനുവരി വരെ അവർ മെസ്സേജ് ചെയ്തു, എന്നിട്ടും ബിൻസി പ്രതികരിച്ചില്ല. അവര് വളരെ മാന്യമായിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ അവരവരുടെ ഇങ്ങനെ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ചെറിയ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഇവരുടെ ഇഷാബൈ PK എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു വീഡിയോ ചെയ്യും. അത് അവരിങ്ങനെ ബിൻസിയാണ് ഇത് ഇന്ന ആളാണെന്നൊന്നും പറയാതെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൊളാബിലൂടെ പറ്റിക്കപ്പെട്ടു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ചെയ്യും. 8ന്റെ പണി കിട്ടി. ബിസിനസിന്റെ തുടക്കത്തിൽ തന്നെ വിചാരിച്ചതിൽ സ്വീകാര്യത കിട്ടി ഹാപ്പി ആയി പോയിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് 8ന്റെ പണി കിട്ടിയത്. ഇങ്ങോട്ട് വന്ന ഒരു കൊളാബ് റിക്വസ്റ്റ് പേജ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആളെ അന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പറഞ്ഞതെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. കുറെ ദിവസമായിട്ടും കൊളാബ് കാണുന്നില്ല. ചോദിക്കുമ്പോൾ പനിയായിരുന്നു, തലവേദനയായിരുന്നു, അവിടേക്ക് പോയി ഇവിടേക്ക് പോയി എന്നൊക്കെ എക്സ്ക്യൂസസ് കേൾക്കാം. 2-3 മാസം കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന റിപ്ലൈയും ഇല്ലാതെയായി. അയക്കുന്ന മെസ്സേജസിനെല്ലാം സീൻ കാണാം. അത് തന്നെ ഷി വാസ് സ്മാർട്ട് ഇനഫ് ടു ഫൂൾ us. എന്നാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയാണോ? അല്ല. ഒട്ടുമിക്ക ആളുകളും ഞങ്ങളെപ്പോലുള്ള സ്മോൾ ബിസിനസിനോട് അത്രയും കൈൻഡുമാണ്, സപ്പോർട്ടീവുമാണ്. ഇയാള് മലയാളം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഏത് സീസൺ ആണെന്ന് പറയുന്നില്ല. പെട്ടെന്ന് തന്നെ ഔട്ടായി. എന്നാൽ ഞങ്ങളെ പറ്റിക്കാൻ ഫുൾ ഗെയിം പ്ലേ ചെയ്തു. ആ വീഡിയോയ്ക്ക് ഏകദേശം 9 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ വളരെ വൈറലായി. അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ്, ബിഗ് ബോസ് ഏതാ സീസൺ എന്ന് പറഞ്ഞില്ലെങ്കിലും ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ആ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇത് നാണക്കേടാണ്. അത് പലരും സൂചിപ്പിച്ചത് കൊണ്ടാവണം അവർ വ്യക്തമായിട്ട് ഇതാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. എന്ന് വെച്ചാൽ RJ ബിൻസിയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ബിൻസിയുടെ വോയിസ് ഒക്കെ കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കൊളാബ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചിട്ടുള്ള മെസ്സേജും അതേപോലെ ഈ വോയിസ് ബിൻസി അയച്ചിട്ടുള്ള വോയിസ് ഒക്കെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അയച്ച വോയിസ് ഒക്കെ വെച്ചിട്ട് ഇവരൊരു വീഡിയോ ചെയ്തു. ഈ ഒരു ലാസ്റ്റ് റീലിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ബാഡ് കൊളാബ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ആ ഒരു അനുഭവം ബാക്കി ബിസിനസ് പേജസുമായി ഷെയർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആളൊരു ബിഗ് ബോസ് താരമാണെന്നുള്ള ഒരു ക്ലൂ മാത്രമേ നമ്മൾ നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഒരാൾ മാത്രം ചെയ്ത തെറ്റിന് ബാക്കി ബിഗ് ബോസ് താരങ്ങളെയും ആളുകൾ സംശയിക്കില്ലേ എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. കുറച്ച് ബിഗ് ബോസ് താരങ്ങളും ആളെ റിവീൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിരുന്നു. സോ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ പേഴ്സൺ. തെറ്റ് ചെയ്യാത്തവരാരും ക്രൂശിക്കപ്പെടരുതല്ലോ. ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന RJ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് എടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി. എല്ലാം അപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ഇല്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആൾ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല.
അതോടുകൂടെ ബിൻസിക്ക് മനസ്സിലായി പെട്ടു എന്ന്. കാരണം എല്ലാവരും വളരെ ഇത് മോശമായിട്ട് എടുക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലായപ്പോൾ ബിൻസി ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് പിൻവലിക്കുകയോ, ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ കാശ് തരാമെന്നൊക്കെ ഇവരോട് ചോദിച്ചു. ഇവരതിനൊന്നും തയ്യാറായില്ല. 1.5 വർഷം തിരിഞ്ഞു നോക്കാത്ത ആളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എവിടുന്ന് വന്നു എന്നുള്ളതിൽ ഇവർ പിന്നീട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ചെയ്തു. ഇത് ബിൻസിക്ക് വളരെ നാണക്കേടായിട്ടുണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ വന്ന പോസ്റ്റുകൾ, പല ആളുകളും ഇതിനെക്കുറിച്ചിട്ട പോസ്റ്റിന്റെ ഒന്നിന്റെ അടിയിൽ ബിൻസി പോയിട്ട് കമന്റ് ചെയ്തു. എനിക്ക് ഇവര് 2024 ഈ ഒരു കൊളാബ് തരുന്ന സമയത്ത് വെറും 300 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് എനിക്ക് അവർ അയച്ചു തന്നത്, അതാണ് അവർ വലിയ തട്ടിപ്പായിട്ട് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി ഒരു കമന്റ് ചെയ്തു. ആ കമന്റോട് കൂടെ ബിൻസി നേരെ എയറിൽ പോയി. കാരണം ബിൻസി ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് ചെറുതാണോ വലുതാണോ എന്നുള്ളതൊന്നുമല്ല, അത് അവരുടെ ജീവിത മാർഗമായിട്ട് അവർ കൊണ്ടുനടക്കുന്ന ഒരു ബിസിനസ് ആണ്. അപ്പൊ അതിൽ കൊളാബിന് വേണ്ടിയിട്ട് ഇവരെ ഏൽപ്പിച്ചൊരു പ്രൊഡക്റ്റ്, അതിന് എന്തോ ചെറിയ വില ആയിക്കോട്ടെ, 300 രൂപയോ 100 രൂപയോ 50 രൂപയോ ആയിക്കോട്ടെ, അത് അവര് ആ ഒരു കൊളാബ് ചെയ്ത് അതിൽ നിന്നും കൂടുതൽ പ്രൊഡക്റ്റ് വിറ്റുപോയി ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ചെയ്ത ഒരു കൊളാബാണത്. അവർ അയച്ചു കൊടുത്ത ആ പ്രൊഡക്റ്റ് 300 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും അവർ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അത് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അവരെ ഈ 300 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും പറ്റിപ്പ് തന്നെയല്ലേ, പറ്റിപ്പ് തന്നെയാന്ന് എല്ലാവരും പറയുള്ളൂ. അവർ എയറിൽ പോയതിൽ യാതൊരു തെറ്റും പറയാനില്ല എന്നുള്ളതാണ്. പിന്നെ ഈ 300 രൂപയല്ലേ എന്നുള്ള പുച്ഛത്തോടു കൂടെ പറയുന്ന ഈ RJ ബിൻസിയുടെ പാസ്റ്റ് RJ ബിൻസി മറന്നുപോയതാണോ? അവര് ചാച്ചന്റെ ഓട്ടോറിക്ഷ എന്ന് ഭയങ്കര അഭിമാനത്തോടെ ബിഗ് ബോസിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ അച്ഛൻ ഓട്ടോ ഓടിച്ച് കിട്ടിയ കാശ് കൊണ്ടാണ് ആ കുട്ടി വളർന്നിട്ടുണ്ടായിരിക്കുക. ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഒരു 300 രൂപ ലാഭം കയ്യിൽ കിട്ടണമെങ്കിൽ ആ മനുഷ്യൻ ഒരു ദിവസം എത്ര കഷ്ടപ്പെട്ട് എത്ര കിലോമീറ്റർ ഓടിയാലാണ് ലാഭമായിട്ട് ഒരു 300 രൂപ അയാളുടെ കയ്യിൽ കിട്ടുണ്ടാവുക. അപ്പോ അത്രയും നിസ്സാരമായിട്ട് 300 രൂപയല്ലേ എന്ന് പറയുന്നത് എന്തൊരു ചെറ്റത്തനാണെന്നേ പറയാനുള്ളൂ. അപ്പൊ അവര് ഇതിന് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു, എനിക്ക് പറ്റിപ്പ് നടത്തണമെങ്കിൽ വേറെ നല്ല പേജിൽ പോയി നടത്തിക്കൂടെ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കമന്റ് ഇട്ടു. ഇതിന് ഈ പേജുകാര് ഒരു മറുപടി ഇതേപോലെ തന്നെ കമന്റ് ആയിട്ട് ഒരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ വളരെ ചെറിയൊരു ബിസിനസ് ആണ്, 300 രൂപ എന്നുള്ളത് അല്ലല്ലോ അതിന്റെ കാര്യം, ചെറിയ സ്കെയിൽ നടത്തുന്ന ബിസിനസ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൊളാബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്തല്ല ഈ പറയുന്ന ബിൻസി ഇങ്ങോട്ട് വന്നിട്ടാണ് കൊളാബ് ചെയ്യട്ടെ എന്ന് ചോദിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ മാത്രം അതുവരെ കണ്ടുകൊണ്ട് മെസ്സേജ് കണ്ടുകൊണ്ടിരുന്നിട്ട് അതിനൊരു മറുപടി പോലും തരാത്ത ആള് ഈ ഒരു വീഡിയോ വന്നപ്പോൾ മാത്രം ഞാൻ നിങ്ങളുടെ കാശ് തിരിച്ചു തരാന്ന് പറയുന്നത് 1.5 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു 300 രൂപ കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇവരത് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവുക. അവർക്ക് വന്ന ആ ഒരു നഷ്ടത്തിനെ കുറിച്ച് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതേപോലെ നഷ്ടം എന്നുള്ളതല്ല, ഒരു വിശ്വാസ വഞ്ചന എന്നുള്ളതാണ്. അതേപോലെ ബിൻസി കമന്റിൽ പറയുന്നുണ്ട്, നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ കൊളാബിന്റെ ഇഷ്യൂ പറഞ്ഞിട്ട് വേണോ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അവരുടെ ബിൻസിയെ കുറിച്ച് പറഞ്ഞിട്ട് വീഡിയോയിൽ വലിയ വ്യൂസ് ഒന്നുമില്ല. അതിനു മുൻപ് അവര് ബിഗ് ബോസ് എന്നുള്ള പേരിൽ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് പറ്റിച്ചു എന്നുള്ള പേരിൽ ഇട്ടതിന് മാത്രമേ അവർക്ക് വ്യൂസ് ഉള്ളൂ. കാരണം ബിഗ് ബോസ് എന്നുള്ള പേരിനാണ് വ്യൂസ് അവർക്ക് കിട്ടിക്കുന്നത്, അല്ല ബിൻസി എന്നുള്ള പേരിനല്ല അവർക്ക് റീച്ച് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മാത്രമല്ല ഈ ഒരു സ്ഥാപനം ഇഷാഭായ് PK എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന പെൺകുട്ടി അതിലുണ്ട്, കാർത്തിക എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അവര് ഒരു ഫിലിം സ്റ്റാർ ആണ്. അവർ അത്യാവശ്യം നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. വലിയ നായിക റോളൊന്നും അല്ലെങ്കിലും നല്ല മനോഹരമായിട്ട് അഭിനയിക്കുന്ന, നമ്മൾ ഓർത്ത് വെക്കുന്ന റോൾ ചെയ്തിട്ടുള്ള ആളാണ് ആ വ്യക്തി. നിങ്ങൾ ബിജുമേന്റെ ആദിരാത്രി പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ബൊക്കെ കിട്ടാതെ കരയുന്നൊരു പെൺകുട്ടിയുണ്ട്. അവർ ഉദ്ദേശിച്ച ബൊക്കെയല്ല, എനിക്ക് ദീപിക പത്കോണിന്റെ ബൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വളരെ കരയുന്ന ഒരു കോമഡി സീൻ, എല്ലാവരും ഓർക്കുന്ന സീൻ തന്നെയായിരിക്കും. അതിൽ അഭിനയിച്ചത് ഈ വ്യക്തിയാണ്. അതേപോലെ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്നുള്ള നമ്മുടെ കാളിദാസ് ജയറാം അഭിനയിച്ച സിനിമയിൽ കാളിദാസിന്റെ ജോഡിയായിട്ട് ഇവർ അഭിനയിച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിൽ ഇവർ ഒരു സീൻ ചെയ്തിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യം ഇല്ലാത്ത ചെറിയ ചെറിയ വേഷങ്ങളിലെ സ്ത്രീകളുള്ളൂ, അതിൽ ഇവർ റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യം സിനിമയിലൊക്കെ നല്ല റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവര്. അതേപോലെ സുമേഷ് രമേഷ് എന്ന് പറയുന്ന സിനിമയിൽ ഇവർ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർക്കൊരു റീച്ച് കിട്ടണമെങ്കിലോ ഫെയിം കിട്ടണമെങ്കിലോ അവരുടെ റീച്ച് തന്നെ അവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള എത്രയോ സ്റ്റാറുകൾ ഉണ്ടായിരിക്കും. ഇത് അങ്ങനെയൊന്നുമല്ല. ഇവരോട് അങ്ങോട്ട് പോയി ചോദിക്കുകയാണ്, ഞാൻ കൊളാബ് ചെയ്യട്ടെ എന്ന് അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരവും ഇണ്ടാതെ ഇവരയച്ച മെസ്സേജുകൾ മൈൻഡ് ചെയ്യാതെ ഇവരെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന ഈ ഒരു ചീപ്പായിട്ടുള്ള കാര്യം ചെയ്യുന്നത് ബിൻസിയാണ്, അല്ലാതെ ഇവരുടെ ബിസിനസ് അല്ല ചീപ്പ് എന്നുള്ളത്. അത് ഇവർ തിരിച്ചറിയുന്നില്ലേ? ഈ യൂട്യൂബേഴ്സ് ഒക്കെ കൊളാബ് ചെയ്യാറുണ്ട്. ഇവരൊക്കെ ഈ എല്ലാവരും
അവർക്ക് കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റ് ഒന്നും കൊളാബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യൂട്യൂബർ അവരൊരു പുതിയ വീട് വെച്ചു. അപ്പൊ അവരുടെ ആദ്യത്തെ വീട് പൊളിച്ചിട്ടാണ് അവർ പുതിയ വീട് വെച്ചത്. അപ്പൊ ആദ്യത്തെ വീട് പൊളിച്ച സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ അവർ റിലേറ്റീവിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അവർ പുതിയ വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത്, പണിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരുമ്പോൾ അതിന്ന് കുറേ പ്രൊഡക്റ്റുകൾ താഴെ വീണു. അപ്പൊ അവർ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞ കാര്യമാണ്, ഇത് ആരോ പണ്ടേക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന സാധനങ്ങളായിരുന്നു, അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അതാണിത് എന്ന് വളരെ നിസ്സാരമായിട്ട് അവർ പറഞ്ഞു. ഇത് ഒരു പ്രമുഖ യൂട്യൂബറുടെ ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എത്രയോ ആളുകൾ ഈ പ്രതീക്ഷയോടുകൂടെ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കുന്ന സാധനങ്ങൾ ഇവർ പലപ്പോഴും ഇതേപോലെ നിസ്സാരമായിട്ട്, ഓ ഇത് 10 രൂപയുടെ പ്രൊഡക്റ്റ് അല്ലേ, ഇതിപ്പോ എന്താ കൊളാബ് ചെയ്യാൻ, അല്ലെങ്കിൽ 50 രൂപയുടെ പ്രൊഡക്റ്റ് അല്ലേ, ഇതിപ്പോ എന്താ കൊളാബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമാക്കി കളയുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയായിരിക്കും. പിന്നെ ഈ ബിൻസിയുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ ബിൻസി അങ്ങോട്ട് പോയിട്ടാണ് ചോദിക്കുന്നത് ഞാൻ കൊളാബ് ചെയ്യട്ടെ എന്ന്. എന്നിട്ടാണ് ഇമാതിരി ചരിത്രം ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും ചരിത്രം ചെയ്തു. പിന്നെ അവരൊരു മാന്യമായിട്ട് അവർക്കൊരു മെസ്സേജ് അയച്ചിട്ടെങ്കിലും സോറി എനിക്ക് അന്ന് അങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ കൊളാബ് ചെയ്യാൻ തന്ന സാധനം എന്റെ അടുത്ത് മിസ്സായി പോയി, അങ്ങനെയൊക്കെ എന്തൊക്കെ എക്സ്ക്യൂസ് അവർക്ക് പറയായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇമാതിരി ഒരു പുച്ഛത്തോടുകൂടെ ഇവരെ അവഗണിച്ചിട്ട് അവസാനം പിടിക്കപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട സമയത്ത് ഇമാതിരി പരിഹാസം കൊണ്ടുവരുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ എന്താണ് കഴിഞ്ഞു പോയത് എന്ന് ഓർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.